നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് നാളായിട്ട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് 10th ലെവൽ പ്രിലിംസിനെ ബേസ് ചെയ്തിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാമോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 50 ഡേയ്സ് ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10th ലെവൽ പ്രിലിംസിന് നമ്മൾ PSC തന്നെ ഓൾറെഡി ഒരു സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 50 ഡേയ്സ് ടൈം ടേബിൾ. ഈ ടൈം ടേബിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ ഏതൊക്കെ SCERT പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത് അതുൾപ്പെടെ. ഇപ്പം ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ജനറൽ സയൻസിൽ ദ്രവ്യവും പിണ്ഡവും എന്ന് പറയുന്നൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് അതുൾപ്പെടെയാണ് ഈ ടൈം ടേബിളിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 ദിവസത്തെ ടൈം ടേബിൾ ആണ്. അപ്പോൾ മെയ് മാസത്തിലായിരിക്കും 10th ലെവൽ പ്രിലിംസ് നടക്കാൻ സാധ്യത എന്ന് ചെയർമാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മെയ് മാസം കണക്കാക്കി ഞാനൊരു 50 ദിവസത്തെ ടൈം ടേബിൾ ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ഈ ടൈം ടേബിൾ പക്കയായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രിലിംസ് നല്ല മാർക്കോട് കൂടി പ്രിലിംസ് പാസ്സാവാൻ വേണ്ടി പറ്റും. എങ്ങനെയെങ്കിലും ജസ്റ്റ് ഒന്ന് കടന്നുകൂടാനല്ല, നല്ല മാർക്കോട് കൂടി 10th പ്രിലിംസ് പാസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ടൈം ടേബിൾ ഫോളോ ചെയ്തോളാം. അതുപോലെ നമ്മുടെ ടൈം ടേബിൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടൈം ടേബിൾ തന്നെയായിരിക്കും. ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഡേ 1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കറണ്ട് അഫെയേഴ്സ്. നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ശാസ്ത്ര സാങ്കേതിക മേഖലയാണ് ആദ്യം പഠിക്കാനുള്ളത്. ജനറൽ സയൻസിൽ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്. ഈ ഹ്യൂമൻ ബോഡിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ട SCERT ചാപ്റ്റർ 5th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 7 അറിവിന്റെ ജാലകങ്ങൾ, 6th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 10 രൂപത്തിനും ബലത്തിനും. ഇത്രയും മാത്രമാണ് ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഡേ 2 കറണ്ട് അഫെയേഴ്സ്. അടുത്ത ടോപ്പിക്ക് കലാ സാംസ്കാരിക മേഖലയെ പറ്റിയുള്ള ആനുകാലിക വിവരങ്ങളാണ്. മാത്സ്, ലഘുഗണിതം, അതിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. SCERT ചാപ്റ്റേഴ്സ് കവറിംഗ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ ആ 2 ചാപ്റ്റേഴ്സ് മാത്രമല്ല ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്. 6th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 1 ജീവന്റെ ചെപ്പുകൾ, 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 അന്നപദത്തിലൂടെ, 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 8 പ്രാണവായുവും ജീവരക്തവും. ഡേ 3 കറണ്ട് അഫെയേഴ്സ് രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, അതിനെ പറ്റിയുള്ള ആനുകാലിക വിവരങ്ങൾ. മാത്സ്, ഗണിതം, ലസാഖു ഉസാഖ, 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 1 കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം. ഹ്യൂമൻ ബോഡി തീർന്നിട്ടില്ല, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 2 കോശജാലങ്ങൾ. ഡേ 4 കറണ്ട് അഫെയേഴ്സിൽ കായിക മേഖലയെ പറ്റിയുള്ള ആനുകാലിക വിവരങ്ങൾ. 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 14 തലമുറകളുടെ തുടർച്ചയ്ക്ക് ഹ്യൂമൻ ബോഡിയെ പറ്റിയുള്ളതാണ്. 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 2 ആഹാരം അന്നപദത്തിൽ. ഡേ 5 കറണ്ട് അഫെയേഴ്സ് 2020 ജനുവരി മാസത്തിലെ കറണ്ട് അഫെയർ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ പരീക്ഷ 2022 മെയ് മാസം ആയതുകൊണ്ട് 2020 ഫുൾ കറണ്ട് അഫെയേഴ്സും 2021 ഫുൾ കറണ്ട് അഫെയേഴ്സും കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മന്ത് വൈസ് ആണ് ഞാൻ തരുന്നത്. കറണ്ട് അഫെയേഴ്സ് 2020 ജനുവരി. പിന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡിയെ ബേസ് ചെയ്തിട്ടുള്ളത് തീർന്നിട്ടില്ല. SCERT ചാപ്റ്റേഴ്സ് 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 3 ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക്, 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 ഊർജത്തിനായി ശ്വസിക്കാം. മാത്സിൽ ഭിന്നസംഖ്യയാണ് പഠിക്കാനുള്ളത്. ഡേ 6 കറണ്ട് അഫെയേഴ്സ് ആദ്യത്തെ ഡേയിൽ നിങ്ങൾ പഠിച്ച ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ റിവിഷൻ ആണ് തന്നിരിക്കുന്നത് ഡേ 6. ഓക്കെ, കാരണം നമ്മൾ സിലബസിൽ പറഞ്ഞേക്കുന്ന ആ ടോപ്പിക് കറണ്ട് അഫെയർസ് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കണം. അതുകൊണ്ടാണ് റിവിഷനും ഇട്ടേക്കുന്നത്. അടുത്തത്
നമ്മുടെ ഹ്യൂമൻ ബോഡി ഇനിയും തീർന്നിട്ടില്ല. ഒരുപാട് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് മനുഷ്യ ശരീരത്തെ പറ്റിയാണ് SCERT ബേസ്ഡ് ആയിട്ട്. ഓക്കെ, 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 5 വിസർജനം സമസ്ഥിതി പരിപാലനത്തിന്, 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 6 ചലനത്തിന്റെ ജീവശാസ്ത്രം, മാത്സ് ദശാംശ സംഖ്യകൾ. ഡേ 7 കറണ്ട് അഫയേഴ്സ് 2020 ഫെബ്രുവരി മാസത്തിലെയാണ് നോക്കാനുള്ളത്. 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 7 വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും, 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 1 അറിയാനും പ്രതികരിക്കാനും, മാത്സില് വർഗവും വർഗമൂലവും. ഡേ 8 കറണ്ട് അഫയേഴ്സ് ഡേ 2ന്റെ റിവിഷൻ വേണം നിങ്ങൾ അന്ന് നടത്താൻ വേണ്ടി. ഹ്യൂമൻ ബോഡിയെ പറ്റിയുള്ള SCERT ചാപ്റ്റർ, 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 2 അറിവിന്റെ വാതായനങ്ങൾ, 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 3 സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ, മാത്സില് ശരാശരി. ഡേ 9 ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ആണ്. 5th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 11 നമ്മുടെ ഇന്ത്യ, 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 13 ഇന്ത്യയിലൂടെ. കറണ്ട് അഫയേഴ്സ് മൂന്നാമത്തെ ഡേ നിങ്ങൾ എന്താണോ കറണ്ട് അഫയേഴ്സ് പഠിച്ചത് അതിന്റെ റിവിഷൻ വേണം അന്ന് ചെയ്യാൻ. ഡേ 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യ. അപ്പൊ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളിൽ പഠിക്കാനുള്ള അടുത്ത SCERT ചാപ്റ്റർ ആണ് 10th ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ഇന്ത്യ. അത് കഴിഞ്ഞ് നമ്മുടെ സിലബസിലെ ടോപ്പിക് അതിർത്തികളും അതിരുകളും പഠിക്കുക. മാത്സിലെ ലാഭവും നഷ്ടവും വേണം അന്ന് നോക്കാൻ. ഡേ 11 കറണ്ട് അഫയേഴ്സ് 4ാമത്തെ ഡേയിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് അതിന്റെ റിവിഷൻ ആണ്. അത് നമ്മുടെ സിലബസിലെ ടോപ്പിക് ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, മാത്സ് സമയവും ദൂരവും. ഡേ 12 കറണ്ട് അഫയേഴ്സ് 2020 മാർച്ച് മാസം, ജനറൽ സയൻസ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളുമാണ് പഠിക്കാനുള്ളത്. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റർ 6th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 5 ആഹാരം ആരോഗ്യത്തിന്. ഡേ 13 ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങളാണ് പഠിക്കാനുള്ളത്. മാത്സ് അതായത് മെന്റൽ എബിലിറ്റിയിലെ ഒരു ടോപ്പിക്കാണ് എടുത്ത് തന്നിരിക്കുന്നത്. മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധന, അതാണ് മെന്റൽ എബിലിറ്റി. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകളാണ്. ജനറൽ സയൻസിൽ പഠിക്കാനുള്ളത് രോഗങ്ങളും രോഗകാരികളും. ഡേ 14 കറണ്ട് അഫയേഴ്സ് 2020 ഏപ്രിൽ മാസം ഫുള്ള് കവർ ചെയ്യുക. രോഗങ്ങളും രോഗകാരികളെയും ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ആണ് രണ്ടെണ്ണം തന്നിരിക്കുന്നത്. 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 8 അകറ്റി നിർത്താം രോഗങ്ങളെ, 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4ന്റെ പേരും അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് തന്നെയാണ്. ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നോക്കാനുള്ളത്. മെന്റൽ എബിലിറ്റിയിൽ ശ്രേണികൾ നോക്കുക. ഡേ 15 കറണ്ട് അഫയേഴ്സ് 2020 മെയ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, അതുമായിട്ട് ബേസ് ചെയ്ത SCERT ചാപ്റ്റർ, 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. ഡേ 16 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 5 അതിനെ ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ആണ് സംസ്കാരവും ദേശീയതയും, 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 6 സമരവും സ്വാതന്ത്ര്യവും. മെന്റൽ എബിലിറ്റിയിൽ സമാന ബന്ധങ്ങൾ അന്ന് നോക്കുക. ഡേ 17 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 3 ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും, 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ഈ 3 SCERT ചാപ്റ്റേഴ്സ് ആണ് അന്ന് നോക്കാനുള്ളത്. ഡേ 18 കറണ്ട് അഫയേഴ്സ് 2020 ജൂൺ മാസം ഫുള്ളായിട്ട് നോക്കുക. മെന്റൽ എബിലിറ്റിയിൽ തരം തിരിക്കൽ എന്ന ടോപ്പിക്കാണ് നോക്കാനുള്ളത്. ജനറൽ സയൻസിൽ കേരളത്തിലെ ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങളാണ് അന്ന് നോക്കാനുള്ളത്. ഡേ 19 കറണ്ട് അഫയേഴ്സ് 2020 ജൂലൈ മാസം ഫുള്ള് നോക്കുക. സിലബസിലെ ടോപ്പിക് ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. മെന്റൽ എബിലിറ്റിയിൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം. ഡേ 20 മെന്റൽ എബിലിറ്റിയിൽ ഒറ്റയാനെ കണ്ടെത്തൽ. ജനറൽ സയൻസിൽ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട SCERT ടോപ്പിക് 5th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 വിത്തിനുള്ളിലെ ജീവൻ, 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 1 മണ്ണിൽ പൊന്നു വിളയിക്കാം. ഡേ 21 കറണ്ട് അഫയേഴ്സ് 2020 ഓഗസ്റ്റ് മാസം ഫുള്ളായിട്ട് നോക്കുക. അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ സിലബസിലെ അടുത്ത ടോപ്പിക്. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും. മെന്റൽ എബിലിറ്റിയിൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഡേ 22 6th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 10 ജനാധിപത്യവും അവകാശങ്ങളും. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പൗരന്റെ അവകാശങ്ങളും കർത്തവ്യങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റർ ആണ്.
ജനാധിപത്യവും അവകാശങ്ങളും. 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 3 പൊതുഭരണം. 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 10 നമ്മുടെ ഭരണഘടന. ഡേ 23 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 3 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. മെന്റൽ എബിലിറ്റിയിൽ സ്ഥാനനിർണയം. കറണ്ട് അഫയേഴ്സ് 2020 സെപ്റ്റംബർ. ഡേ 24 ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ. കറണ്ട് അഫയേഴ്സ് 2020 ഒക്ടോബർ. 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെന്റ്. ഡേ 25 മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാം. കറണ്ട് അഫയേഴ്സ് 2020 നവംബർ മാസം ഫുള്ളായിട്ട് നോക്കുക. ജനറൽ സയൻസിലെ ടോപ്പിക് വനങ്ങളും വനവിഭവങ്ങളും. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള 2 SCERT ചാപ്റ്റേഴ്സ്. 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 8 ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. 6th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 6 ഒന്നിച്ച് നിലനിൽക്കാം. ഡേ 26 വിവരാവകാശ കമ്മീഷൻ മൊത്തത്തോട് നോക്കാം. ജനറൽ സയൻസില് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള 3 SCERT ചാപ്റ്റേഴ്സ് അന്ന് നോക്കാം. 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 6 നിർമ്മലമായ പ്രകൃതിക്കായി. 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 7 സുരക്ഷിതമായ നാളേക്ക്. 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 12 ഭൂമിയിലെ ജലം. ഡേ 27 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 13 വൈവിധ്യം നിലനിൽപ്പിന്. 6th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 12 പ്രകൃതിയുടെ വരദാനം. 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 10 ഭൂമിയുടെ പുതപ്പ്. അടുത്തത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും. ഡേ 28 ആ ടോപ്പിക്കുമായിട്ട് കേരളത്തെ പറ്റിയുള്ള ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ്. 5th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 10 കേരളക്കരയിൽ. 6th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 3 കേരളം മണ്ണും മഴയും മനുഷ്യനും. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികൾ. കറണ്ട് അഫയേഴ്സ് 2020 ഡിസംബർ. ഡേ 29 കറണ്ട് അഫയേഴ്സ് 2021 ജനുവരി. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും. മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. ജനറൽ സയൻസില് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും. ഡേ 30 ആറ്റവും ആറ്റത്തിന്റെ ഘടനയും ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ആണ്. 6th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 9 ചേർക്കാം പിരിക്കാം. 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 പദാർത്ഥ സ്വഭാവം. 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 1 ആറ്റത്തിന്റെ ഘടന. 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 2 വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. ഡേ 31 കറണ്ട് അഫയേഴ്സ് 2021 ഫെബ്രുവരി മാസം ഫുള്ളായിട്ട് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള 2 SCERT ചാപ്റ്റേഴ്സ്. 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 8 നവകേരള സൃഷ്ടിക്കായി. 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 8 കേരളം ആധുനികതയിലേക്ക്. ഡേ 32 കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും. അന്ന് അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ ഇവരെ രണ്ടുപേരെ മാത്രം പഠിച്ചാൽ മതി. ജനറൽ സയൻസ് അയിരുകളും ധാതുക്കളും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്ററാണ് 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 ലോഹ നിർമ്മാണം. ഡേ 33 കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് 3 പേർ. ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്. ജനറൽ സയൻസിൽ മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന ടോപ്പിക്കാണ് നോക്കാനുള്ളത്. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റർ 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 1 പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും നോക്കാം. ഡേ 34 കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ കുമാരഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരെ കൂടി അന്ന് നോക്കാം. 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 പീരിയോഡിക് ടേബിൾ. 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 7 ലോഹങ്ങൾ. ഡേ 35 കറണ്ട് അഫയേഴ്സ് 2021 മാർച്ച് മാസമാണ് നോക്കാനുള്ളത്. ജനറൽ സയൻസിൽ ഹൈഡ്രജനും ഓക്സിജനും. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റർ 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 6 അലോഹങ്ങൾ. ഡേ 36 കറണ്ട് അഫയേഴ്സ് 2021 ഏപ്രിൽ മാസം. ജനറൽ സയൻസ് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള 3 SCERT ചാപ്റ്റേഴ്സ് അന്ന് നോക്കാം. 5th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 2 ജീവജലം. 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 10 സുരക്ഷ ഭക്ഷണത്തിലും. 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 3 ആസിഡുകളും ആൽക്കലികളും. ഡേ 37 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 16 അത് കെമിസ്ട്രിയും ഡെയിലി ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ജലം. 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 17 ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും. 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 5 ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 7 ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. ഡേ 38 കറണ്ട് അഫയേഴ്സ് 2021 മെയ് മാസം. ജനറൽ സയൻസ് ദ്രവ്യവും പിണ്ഡവും. 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 1 ദ്രവബലങ്ങൾ. 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 പദാർത്ഥ സ്വഭാവം. 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 8
അളവുകളും യൂണിറ്റുകളും ഇത് മൂന്നും ദ്രവ്യവും പിണ്ഡവും എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ആണ്. ഡേ 39 കറണ്ട് അഫയേഴ്സ് 2021 ജൂൺ മാസം നോക്കുക. ജനറൽ സയൻസ് പ്രവൃത്തിയും ഊർജവും അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ്. 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 5 ഊർജം പ്രവൃത്തി ഊർജം പവർ. 5th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 5 ഊർജത്തിന്റെ ഉറവകൾ. ഡേ 40 കറണ്ട് അഫയേഴ്സ് 2021 ജൂലൈ മാസമാണ് നോക്കാനുള്ളത്. ജനറൽ സയൻസ് ഊർജവും അതിന്റെ പരിവർത്തനവും അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ആണ്. 6th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 2 മാറ്റത്തിന്റെ പൊരുൾ. 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 7 ഊർജ പരിപാലനം. ഡേ 41 കറണ്ട് അഫയേഴ്സ് 2021 ഓഗസ്റ്റ് മാസം നോക്കാം. ജനറൽ സയൻസ് താപവും ഊഷ്മാവും നോക്കാം. 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 9 താപം ഒഴുകുന്ന വഴികളാണ് നോക്കാനുള്ളത്. ഡേ 42 കറണ്ട് അഫയേഴ്സ് 2021 സെപ്റ്റംബർ മാസമാണ് നോക്കാനുള്ളത്. ജനറൽ സയൻസ് പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ്. 5th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 6 ഇത്തിരി ശക്തി ഒത്തിരി ജോലി. 6th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 ചലനത്തിനൊപ്പം. ഡേ 43 കറണ്ട് അഫയേഴ്സ് 2021 ഒക്ടോബർ മാസം. 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 9 ചലനം. 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 2 ചലന സമവാക്യങ്ങൾ. 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 3 ചലനവും ചലന നിയമങ്ങളും. ഡേ 44 കറണ്ട് അഫയേഴ്സ് 2021 നവംബർ. 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 ഗുരുത്വാകർഷണം. 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 10 ബലം. ഡേ 45 കറണ്ട് അഫയേഴ്സ് 2021 ഡിസംബർ. ജനറൽ സയൻസ് ശബ്ദവും പ്രകാശവും. 5th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 3 മാനത്തെ നിഴൽ കാഴ്ചകൾ. ഡേ 46 കറണ്ട് അഫയേഴ്സ് 2022 ജനുവരി. 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 2 പ്രകാശ വിസ്മയങ്ങൾ. 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 18 പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ. 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 19 ശബ്ദം. ഡേ 47 കറണ്ട് അഫയേഴ്സ് 2022 ഫെബ്രുവരി മാസം. 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 7 തരംഗ ചലനം. 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 പ്രകാശത്തിന്റെ പ്രതിപതനം. ഡേ 48 കറണ്ട് അഫയേഴ്സ് 2022 മാർച്ച്. 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 5 പ്രകാശത്തിന്റെ അപവർത്തനം. 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 6 കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഡേ 49 ജനറൽ സയൻസ് സൗരയൂഥവും സവിശേഷതകളും. 5th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 9 ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം. 6th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 8 തിങ്കളും താരങ്ങളും. ഡേ 50 റിവിഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള ഫുൾ SCERT ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടൈം ടേബിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ നല്ല മാർക്കോട് കൂടി തന്നെ പ്രിലിംസ് പാസ്സാവുന്നതാണ്. അതുപോലെ അടുത്ത മെയിൻസിന് തയ്യാറെടുക്കാനും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.